നമസ്കാരം. മാഞ്ചസ്റ്ററിൽ സിനഗോഗിലുണ്ടായ ആക്രമണത്തെ ഭീകരാക്രമണമെന്നാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. 2 പേരെ അക്രമി കൊലപ്പെടുത്തി. നിരവധി പേർക്ക് കുത്തേറ്റു. 3 പേരുടെ പരിക്ക് ഗുരുതരമാണ്. അക്രമിയെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. മാഞ്ചസ്റ്ററിലെ പ്രശസ്തമായ ഹീറ്റൺ പാർക്ക് ഹീബ്രു കോൺഗ്രിഗേഷൻ സിനഗോഗിലാണ് ആക്രമണമുണ്ടായത്. യോം കിപ്പൂർ ദിനത്തിലാണ് ജൂത ആരാധനാലയത്തിലെ ആക്രമണമുണ്ടായത്. അക്രമി ആരാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. സിനഗോഗുകളിൽ സാധാരണയായി തിരക്കേറിയ സമയമാണ് യോം കിപ്പൂർ. യഹൂദന്മാരുടെ ഏറ്റവും വിശുദ്ധമായ ദിനമാണ് യോം കിപ്പൂർ. സിനഗോഗിൽ ഉണ്ടായിരുന്നവർക്ക് നേരെ അക്രമി ആദ്യം കാർ ഓടിച്ചു കയറ്റിയതായും ശേഷം ആളുകളെ ആക്രമിച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സിനഗോഗിലെ ഭീകരാക്രമണത്തിന് ശേഷം ആയുധധാരികളായ പോലീസ് കത്തിയുമായി നിൽക്കുന്ന ഒരാളെ വെടിവെച്ച് കൊന്ന നിമിഷം കാണിക്കുന്ന നാടകീയമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ലഭ്യമായ ദൃശ്യങ്ങളിൽ അസോൾട്ട് റൈഫിളുകളുമായി സായുധരായ പോലീസ് പുരുഷപ്രതിയെ എങ്ങനെ വെടിവെച്ച് കൊല്ലുന്നത് എന്നതാണ് കാണുന്നത്. കറുത്ത ഷർട്ട് ധരിച്ച് അറയിൽ സ്ഫോടക വസ്തുക്കൾ എന്ന് സംശയിക്കുന്ന വസ്തുക്കൾ ചുറ്റി കത്തിയുമായി കാണപ്പെട്ട ആളെയാണ് പോലീസ് വെടിവെച്ച് കൊന്നത്. ആരാധനാലയത്തുള്ളിൽ നിന്ന് 2 ഉദ്യോഗസ്ഥർ അകത്ത് തന്നെ നിൽക്കൂ എന്ന് ആളുകളോട് പറഞ്ഞു ഓടുകയായിരുന്നു. അയാളുടെ കൈവശം ബോംബുണ്ട്, തിരികെ പോകൂ എന്നാണ് സിനഗോഗിന് ചുറ്റുമായി നിന്ന ആളുകളോടായി പോലീസ് പറഞ്ഞത്. ഇതോടെ ജനങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. അയാളുടെ കൈവശം ഒരു ബോംബുണ്ട്, ഇവിടെ നിന്ന് പുറത്തു പോകൂ. വീഡിയോയിൽ ഒരാൾ പരിഭ്രാന്തരായ മറ്റൊരു സാക്ഷിയോട് ആക്രോശിക്കുന്നത് കാണാം. ഇതിനിടെ അക്രമം എന്ന് സംശയിക്കുന്ന ആൾ വെടിയേറ്റ് വീഴുകയായിരുന്നു. യോം കിപ്പൂരിലെ ജൂത പുണ്യദിനത്തിൽ നടന്ന ആക്രമണത്തെ പ്ലേറ്റോ സംഭവമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭീകരാക്രമണത്തോട് പ്രതികരിക്കുമ്പോൾ പോലീസും അടിയന്തര സേവനങ്ങളും ഉപയോഗിക്കുന്ന ദേശീയ കോഡ് വേർഡാണിത്. മിഡിൽടൺ റോഡിലെ ഹീബ്രു കോൺഗ്രിഗേഷൻ സിനഗോഗിലാണ് ആക്രമണം ഉണ്ടായത്. രാവിലെ 9:30 സംഭവം. പ്രതിയെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെയാണ് പോലീസ് അധികൃതർ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. അക്രമത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല. പരിക്കേറ്റവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി ആശുപത്രിയിലേക്ക് മാറ്റിയതായി മാഞ്ചസ്റ്റർ പോലീസ് വ്യക്തമാക്കി. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും വിഷയം ഗൗരവകരമായിട്ടാണ് കാണുന്നതെന്നും പോലീസ് പറഞ്ഞു. ആക്രമണത്തെ തുടർന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഡെൻമാർക്കിലേക്കുള്ള യാത്ര മാറ്റിവെച്ചു. താൻ ഞെട്ടിപ്പോയെന്നും UK-യിലുടനീളമുള്ള സിനഗോഗുകളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുമെന്നും പറഞ്ഞു. ജൂത കലണ്ടറിലെ ഏറ്റവും പുണ്യദിനമായ യോം കിപ്പൂരിലാണ് ഇത് സംഭവിച്ചത് എന്നത് അതിനെ കൂടുതൽ ഭയാനകമാക്കുന്നുവെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പ്രതികരിച്ചു.